ഇന്ന് 2 തരം ഗ്രിൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രിൽ റെസിപ്പിയാണ്. മലായ് ടിക്ക റെസിപ്പിയും നമ്മുടെ നോർമൽ ഫഹം റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഹമ്മൂസിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. ആദ്യം മലായ് ടിക്ക റെസിപ്പിയാണ്. അതിന് ബോൺലെസ്സിൻ്റെ പീസ് ക്യൂബ്സായി കട്ട് ചെയ്തതാണിത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചതച്ച പച്ചമുളക് ഒരു 10 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് അളവ് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ആക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ഒരു കിലോ ചിക്കൻ്റെ അളവിലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ വറ്റൽ മുളക് പൊടിച്ചത്, അതായത് ഡ്രൈഡ് റെഡ് ചില്ലി ക്രഷ് ചെയ്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ക്രീം, ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞെടുത്താലും മതി. ഞാൻ അവസാനമായി ചേർക്കേണ്ടത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്ത് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. ആ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് ഒരു 3-4 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി അഥവാ തലേന്ന് തന്നെ നിങ്ങൾ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ലപോലെ മാരിനേഷനൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ ഓയിൽ വേണ്ട. നിങ്ങൾക്ക് ഓവനിൽ തന്നെ ഇത് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി പാനിലാണെങ്കിൽ ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു അടിപൊളി ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലാതെ വീട്ടിലെ കുട്ടികൾക്കും ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഹമ്മൂസിൻ്റെ റെസിപ്പിയും കൂടി ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു മീഡിയം തീയിൽ വേണം നമ്മൾ ആക്കിയെടുക്കാൻ, എന്നാലേ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരും. പിന്നെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മലായ് ടിക്ക റെഡി. ഇനി നമുക്ക് ഹമ്മൂസ് എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് വെള്ളക്കടലയാണിത്. അത് ഞാൻ കുതിർത്ത് വെച്ച ശേഷം ഒന്ന് വേവിച്ചെടുത്തതാണ് കുക്കറിൽ. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാൻ അതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ 2 വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ പൊടിയോ കുറച്ച് ജീരകമോ എന്തായാലും സാരമില്ല. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തഹീനയാണ്. നിങ്ങളുടെ കയ്യിൽ തഹീന ഇല്ലെങ്കിൽ നമ്മുടെ എള്ള് ഒന്ന് വറുത്ത് അതൊന്ന് പൊടിച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്താൽ ഇതേ ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്, കടലിൻ്റെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി വെള്ളം ചേർക്കുന്നില്ലെങ്കിൽ സാധാ വെള്ളമായാലും മതി. അവസാനം ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഹമ്മൂസ് റെഡി. ഇത് ഒലിവ് ഓയിൽ തന്നെ എന്തായാലും ഒഴിക്കണം. വേറെ ഓയിലൊന്നും ഒഴിച്ചാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഒരു അറബിക് ഫഹം ഗ്രിൽ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മുടെ ഒരു കുറച്ച് വലിയ പീസിൽ ചിക്കൻ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നീളത്തിൽ വരയിട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. അത് എരിവനുസരിച്ച് എല്ലാവർക്കും കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ ചെയ്യുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. അത് ചേർത്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മതിയാകും. ഇനി കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിലോ സാധാ ഓയിലോ മതിയാവും. വെളിച്ചെണ്ണ ചേർക്കരുത്. അതിന് ശേഷം കുറച്ച് ലെമണും കൂടി ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അവസാനമായി ചേർക്കേണ്ടത് കുറച്ച് തൈരാണ്.
തൈരും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ എത്ര ടൈം വെക്കുന്നോ അതുപോലെ ഇരിക്കും ചിക്കൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതുപോലെ പാനിലോ ഓവനിലോ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫാം റെസിപ്പി റെഡി.